ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കുറച്ച് പേരൊന്ന് ജോയിൻ ചെയ്യട്ടെ, നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റിൽ വരാമോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ചാറ്റിൽ വന്നിട്ട് ഒരു ഹായ് ഇട്ടെ. ഗുഡ് ഈവനിങ് പറഞ്ഞ എല്ലാവരും ഒന്ന് സ്പീഡിൽ ഒന്ന് ചാറ്റിൽ വരണേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ചാറ്റിൽ വന്നേ. എല്ലാവരും ഹാപ്പി ആണോ? നമ്മുടെ ലാസ്റ്റ് സെഷൻ അല്ലേ, അതായത് നമ്മളുടെ ഈ 14 ഡേയ്സ് വരുന്ന നമ്മളുടെ ഈ ഒരു സെഷന്റെ ഡേ 1 ആണ് ഇന്ന്. നമ്മളൊരു ലാസ്റ്റ് ഒരു സെഷൻ മിനിഞ്ഞാന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ പാഷൻ അത് കൃത്യമായിട്ട് നിങ്ങളുടെ പേർപ്പസ്, ലൈഫിന്റെ പേർപ്പസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമ്മൾ ആ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയ സെഷൻ എന്ന് അറിഞ്ഞു. ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്ന് നമ്മൾ ഡേ 1 ആണ്. ഇന്ന് ആദ്യത്തെ ദിവസം നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ലൈഫ് സ്കിൽസിലാണ്, ജീവിത നൈപുണ്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് പേർപ്പസ് ആണുള്ളത്, എന്ത് ലക്ഷ്യമാണ്, ഞാൻ എവിടേക്കാണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഇന്ന് മുതൽ ഒരു 14 ദിവസത്തെ ജേർണിയിലൂടെ തിരിച്ചറിയാൻ പോവാണ്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ റെസ്പോൺസിന് നന്ദി. ഓക്കെ, അപ്പോൾ പലപ്പോഴും നമ്മൾ ലൈഫിൽ നമുക്ക് തോന്നാറുണ്ട് അല്ലെ, ഞാൻ ഹാപ്പി ആണോ അല്ലേ? അല്ലെങ്കിൽ ചിലർക്ക് തോന്നും എൻ്റെ ജീവിതം എപ്പോഴും അൺഹാപ്പിയാണ്, എനിക്ക് ഒന്നും തന്നെ ഒരു കാര്യവും എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വരുന്നതെല്ലാം മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, എല്ലാ നെഗറ്റിവിറ്റിയും എൻ്റെ തലയിൽ തന്നെ വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്ന എല്ലാ കാര്യവും, എല്ലാവരുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാം നഷ്ടങ്ങളും ഒക്കെ ഞാനാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചാറ്റിലിട്ടേക്കൂ. ഓക്കെ, നമുക്ക് ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അൺഹാപ്പി ആയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 5 റീസൺസ് ആണ് പറയുന്നത്. അതിന്റെ സൊല്യൂഷൻസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യത്തെ സെഷൻ, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ദിവസത്തെ സെഷനിൽ ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. അതെല്ലാവരും എഴുതിയിട്ടുണ്ടോ? 2-3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇന്നലെ ഒരു ദിവസം ഒരു ബ്രേക്ക് തന്നു. ഇന്ന് തൊട്ട് ഇനി 14 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്നെ കേൾക്കുകയും ഞാൻ പറയുന്ന കാര്യം വെറുതെ കേട്ടിട്ടൊരു കാര്യമില്ല. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ്, ഒരുപാട് ആൾക്കാർ മോട്ടിവേഷനും പല സെഷൻസും പല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന കാര്യം എന്നാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത് അന്ന് മുതലേ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കേൾക്കുക, നിങ്ങളുടെ ഒരു അരമണിക്കൂർ ഇവിടെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്നെ കേട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 റീസൺസ്, ഈ 5 റീസൺസ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ള മെന്റൽ വെൽനെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഹാപ്പിനെസ്, മാനസികമായിട്ടുള്ള ഒരു സൗഖ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ അൺഹാപ്പിനെസ് എന്താണ്, അതാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഹാപ്പി അല്ലാത്ത മറ്റു സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആരുടെങ്കിലും വേർപാട്, ഇതിലൊക്കെ നമുക്കൊരു അൺഹാപ്പിനെസ് വരും. അതല്ലാതെ നമ്മൾ തന്നെ പല സിറ്റുവേഷൻസിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല ആൾക്കാർ കൊണ്ട്, ചുറ്റിലും ജീവിക്കുന്ന വ്യക്തികൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അൺഹാപ്പിനെസ്, ഇത് നമുക്ക് പാടെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ 5 റീസൺസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 5 റീസൺസിൽ ഏതാണെന്നുള്ളത്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്, ആ റീസൺ കൊണ്ടാണോ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എന്നോട് പറയുക. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് പറയുക. ഓക്കെ, സ്ക്രീൻ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? താങ്ക് യു ഡിയേഴ്സ്. ശ്രുതി വെൽക്കം, ആൻസി വെൽക്കം, മായ വെൽക്കം. ഇടയ്ക്ക് നിങ്ങളുടെ ചാറ്റ് കൂടെ ഒന്ന് നോക്കുവാണ്. നിങ്ങൾ ഒന്ന് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ചാറ്റ് ചെയ്യുക. ഓക്കെ, സുചിത്ര വെൽക്കം, ഓഫീസിൽ നിന്ന് വന്നോ? ഓക്കെ, സൂര്യ ഗുഡ് ഈവനിങ്, റോഷ്നി സുഖമായിരിക്കുന്നോ? ഓക്കെ, നിങ്ങളുടെ ചാറ്റ് ഇവിടെ സൈഡിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ റീസൺ ആണ്
എന്താണ്, യു ആർ എ പീപ്പിൾ പ്ലീസർ. എന്താണ്, നമ്മൾ മറ്റുള്ള ആൾക്കാര് അവരെ സ്നേഹിക്കേൽപ്പിക്കാനും അവർക്ക് സ്നേഹം കൊടുക്കാനും അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇഷ്ടമില്ലാതെ തന്നെ ഇഷ്ടമില്ലാതെ നമ്മൾ അവരുടെ പല കാര്യങ്ങൾക്കും നമ്മൾ എസ് പറയുന്നു. നിങ്ങൾ അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസർ ആണോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, അതോ ഞാൻ എനിക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഇതൊരു തിരിച്ചറിവാണ്. അതായത് പല ആൾക്കാരും നമുക്ക് ചുറ്റിലും ജീവിക്കുന്ന ആൾക്കാര് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ, നീ അങ്ങനെ ചെയ്യണം, അത് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എസ് പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു തരുവാണ് നോ, വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ആ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു ഭയത്തോടെ, ഒരു ഫിയറോട് കൂടി നമ്മൾ അതിനെ എസ് പറഞ്ഞ് ആ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ ആ ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഇല്ല, അല്ലെ? അത് പലപ്പോഴായിട്ടും നമ്മുടെ മനസ്സ് തന്നെ എപ്പോഴും നമ്മളുമായിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നീ അങ്ങനെ കേൾക്കാൻ പാടില്ലായിരുന്നു, നീ ആ സമയം പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ആ കാര്യം കേട്ടുകൊണ്ട് നമ്മൾ മിണ്ടാതെ നിന്നിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മൾ പീപ്പിൾ പ്ലീസറായി മാറിയതോട് കൂടിയാണ് ലൈഫിൽ പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ബോൾഡായിട്ട് ഡെസിഷൻസ് എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ട്, നമ്മൾ പറയത്തില്ലേ, പരാജയം സമ്മതിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അത് പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ തന്നെ ജീവിക്കുമ്പോൾ വീട്ടിലുള്ളിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട്, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, കല്യാണത്തിന് മുമ്പ് വരെയുള്ള ആളെന്ന് പറയുന്നത് വീട്ടില് നമ്മളായിരിക്കും ആ വീട് ഭരിക്കുന്നത്, അല്ലെ? എല്ലാ കാര്യവും നോക്കി നടത്തി അല്ലെ, അച്ഛനമ്മ പറയുന്നതൊക്കെ അവരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നിൽക്കും. പക്ഷെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു പീപ്പിൾ പ്ലീസറായി മാറുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനും സന്തോഷിപ്പിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടമായി സ്വീകരിച്ചു വന്നു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പോലും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ബാക്കിയുള്ള ആൾക്കാർ അത് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഇവൾ എന്നുള്ള രീതിയിൽ പിന്നീട് നമ്മൾ അങ്ങ് ആയിത്തീരും. അതോടെ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ഡെസിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യും? സ്റ്റക്കായി നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഈ ഒരു സെഷൻ കേൾക്കുന്നവരെല്ലാവരും നിങ്ങൾ വിവിധ മേഖലകളിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്, അല്ലെ? പലപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ, അല്ലെ, ലെവൽ 1-ലും ലെവൽ 2-ലും ലെവൽ 3-ലും എന്റെ പേഴ്സണൽ കൺസൾട്ടേഷൻ ഒക്കെ എടുക്കുന്നവരാണ് നിങ്ങൾ ഇതിൽ വരുന്നത്. നിങ്ങളിൽ പലർക്കും പല ആൾക്കാർക്കും ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു കാര്യം, റീസൺ എന്ന് പറയുന്നത് ഒന്നും തുടങ്ങാൻ പറ്റാതെ നമ്മുടെ കോഴ്സിൽ വന്നിട്ട് പോലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടും എന്നും എനിക്ക് മെസ്സേജ് അയക്കും, മാഡം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ മേജർ റീസൺസിൽ ഒരെണ്ണം ഈ ഒരു കാര്യമാണ്. ലൈഫിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം എന്താണ്? നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ നമ്മുടെ വെൽബീയിങ്, എൻ്റെ നന്മയ്ക്കും എൻ്റെ ലൈഫിന്റെ നല്ലതിന് വേണ്ടിയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കത്തില്ല. പ്രാധാന്യവും മുൻഗണനയും നമ്മൾ കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് മറികടക്കണ്ടേ? ഇതിങ്ങനെ തന്നെ തുടർന്ന് പോയാൽ എന്താ സംഭവിക്കുന്നത്? ലൈഫിൽ ഒന്നും ഞാൻ നേടിയില്ലല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത് കുറെ വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഹോണ്ടീസ് തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജ്, ആങ്സൈറ്റി, ഇതൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നു. ഇത് ചിലപ്പോൾ ദേഷ്യം, ആങ്കറിലൂടെയും ഒരുപാട് വിഷമിച്ച് കരച്ചിലും ഇതൊക്കെ കൂടെ ആയിരിക്കും ആൾക്കാരിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കുറെ വർഷം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ കുറെ ടെൻഷൻസും ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്ന സാധനം പുറത്ത് കാണിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അത് ഒരു ദിവസം ചിലപ്പോൾ അങ്ങ് എക്സ്പ്ലോഡ് ആവുന്നത്. അപ്പൊ നമ്മളുടെ നീഡ്, നമ്മളുടെ ആവശ്യം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ലൈഫിന്റെ എന്താണ് വേണ്ടതെന്നുള്ളത് പർപ്പസ് അത് പ്രയോറിറ്റൈസ് ചെയ്യാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്, നിങ്ങൾ ഇനി മുതൽ സ്വയം ആദ്യം എന്നിലേക്ക് ഫോക്കസ് ചെയ്യുക. ഞാൻ ആദ്യത്തെ ദിവസം ചോദിച്ചിരുന്നു, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ നേടാൻ പോകുന്നത്, നിങ്ങൾക്കൊരു ഗോൾസ് വേണം. എനിക്കറിയാം നമ്മളുടെ കോഴ്സ് ചെയ്യുന്നവർക്ക് കോഴ്സിനകത്ത് തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡെയിലി നമ്മൾ എന്താണ് ഏത് രീതിയിൽ ഒരു ദിവസം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ വേണ്ടത് എന്താണ്? ആദ്യത്തെ കാര്യമാണ് സേ നോ. നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എടുത്തടിച്ച് പറയത്തില്ല, മുഖത്തടിച്ച് പറയുമല്ലോ, ആ രീതിയിലല്ല. കൈൻഡ്നെസ്, നമുക്ക് എന്താണ് കൈൻഡ്നെസ്? അതായത് വളരെ പൊളൈറ്റ് ആയിട്ടായാലും അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറ്റില്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ സ്ത്രീകളെ നമുക്ക് പറയേണ്ട രീതി പറയാൻ അറിയാം. ആ രീതിയിൽ ഒന്ന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, എന്നെ കൊണ്ട് അത് പറ്റില്ല കേട്ടോ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാനൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു.
ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കും. അത് എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ കരിയർ വൈസ് ആയാലും എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കണക്ട് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന പല ആൾക്കാർക്കും ഞാനൊരു പീപ്പിൾ പ്ലീസറായി നിന്നിട്ടുണ്ട്. അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും ഞാൻ അവർ ചെയ്തു കൊടുക്കും. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആവശ്യത്തിന് മാത്രമേ അവർക്ക് എന്നെ എനിക്ക് പ്രാധാന്യം തന്നിട്ടുള്ളൂ. അവർക്ക് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസിലോ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ പാടെ ഒഴിവാക്കി. ആ ഒരു വേദന വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയുകയും നോ പറയേണ്ട അടുത്ത് നമ്മൾ നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകില്ല. നമ്മുടെ ലൈഫ് എപ്പോഴും അൺഹാപ്പി ആയിരിക്കും. എന്ന് തൊട്ടാണോ ഞാൻ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ യെസ് പറയും. അത് വേണ്ട എന്ന് തോന്നുന്നിടത്ത് അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ എന്നോട് ചോദിക്കും ഞാൻ ഇങ്ങനെയാണോ, ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് കാര്യം ഞാൻ അവിടെ പറയും. അത് ഫേം ആയിട്ട് നമ്മൾ പറയാൻ തയ്യാറെടുക്കണം. കാരണം നിങ്ങളുടെ മൂല്യം എന്താണ് എന്നുള്ളത് മറ്റുള്ളവരുടെ അപ്രൂവലിനല്ല നമ്മൾ കാത്തിരിക്കേണ്ടത്. കാരണം നിങ്ങൾ എന്ത് നേടി എന്നതിലല്ല, നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ സ്വന്തമായിട്ട് സ്വയം തിരിച്ചറിയണം. മറ്റുള്ള ആൾക്കാരെ അപ്രൂവ് ചെയ്ത് അവര് അപ്രൂവ് ചെയ്തിട്ടല്ല നീ ഇങ്ങനെയുള്ളവളാണ്, നിന്റെ ജീവിതം ഇങ്ങനെയാണ്, നീ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് ഒത്തിരി നമ്മുടെ മുഖത്ത് അടിച്ച് പറയുന്ന ആൾക്കാർ നമുക്ക് ചുറ്റിനും ജീവിക്കുന്നുണ്ട്. അവരിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ മൂല്യം, സ്വമൂല്യം എന്ന് പറയും, അത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് എല്ലാവർക്കും, നിങ്ങൾ ഇരിക്കുന്ന എനിക്ക് ചാറ്റ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു മൂല്യമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരെ, ഇതിലിരിക്കുന്ന 90% ആൾക്കാരെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ കോഴ്സിൽ പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ലൈഫ് എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണ്, ഞാനുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്കറിയാം. നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും സെൽഫ് വർത്ത് കൂടുതലാണ്. നമ്മുടെ ഓരോ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതും നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ അറിയത്തില്ലേ, ഒരാൾക്ക് ഒരു താങ്ങായി നിൽക്കാൻ മറ്റൊരു വ്യക്തി തയ്യാറായി വരുമ്പോൾ നിങ്ങളുടെ മൂല്യം എന്താണെന്ന് അറിയുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ തന്നെ പറയും. ഓക്കെ, കാരണം ഇനി അവിടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഈ ഒരു നോ പറയാൻ നമുക്ക് മടി കാണിക്കാതെ പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. എന്താണ് സെറ്റ് ബൗണ്ടറി? നമ്മള് ഒരു അതിർവരമ്പ്, ആരും കാണാതെ ഒരു അതിർവരമ്പ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കണം. അത് സെൽഫിഷ് അല്ല, അത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമ്മളൊരു അത്യാഗ്രഹി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവക്കാരി ആയതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഒഴിവാക്കുന്നത്, അങ്ങനെയല്ല. മനസ്സുകൊണ്ട് നമ്മൾ നോ പറയേണ്ടടുത്ത് അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിനുമുള്ള സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, മനസ്സുകൊണ്ട് ബൗണ്ടറി നമ്മൾ സൃഷ്ടിച്ചിരിക്കണം. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു തുറന്നു വെച്ച ഒരു മതിൽക്കെട്ടുകളൊന്നും ഇല്ലാതെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ആളായി, ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ചൂഷണം ചെയ്യും. അതുകൊണ്ട് സ്റ്റാർട്ട് സ്മോൾ ബൈ പ്രയോറിറ്റൈസിങ് യുവർ നീഡ്സ് വൺസ് എ ഡേ. ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന് മുൻഗണന കൊടുക്കുക. അതെന്താണോ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ടത്, അതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ, അതെന്റെ ലൈഫിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഈ ഒരു സെൽഫ് വർത്ത് നിങ്ങൾ കൊണ്ടുവരാതെ സ്റ്റക്കായി നിൽക്കരുത്. അപ്പൊ ആദ്യം വേണ്ട എന്താണ്, നോ പറയുക. നമ്മൾ എവിടെയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുക, ഒന്നും സംഭവിക്കില്ല. നമുക്ക് പേടിയാണ്, നമ്മൾ എന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ രീതിയിൽ തിരിച്ചു പറഞ്ഞാൽ എന്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൈൻഡായിട്ട് ജെന്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് സ്വയം തീരുമാനം എടുക്കുക. അല്ലാതെ ഒരാൾ പറയുമ്പോൾ ചാടിക്കേറി ഒരു ആക്ഷൻ നമ്മൾ എടുക്കാൻ തയ്യാറാകരുത്. പിന്നീട് വന്നിരുന്ന് നമ്മൾ ആലോചിച്ചിട്ട് അത് ഓർത്ത് വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തിങ്ക് ബിഫോർ യു ടോക്ക് എന്ന് പറയുന്നില്ല, അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സിനോട് നമ്മൾ നമ്മളൊരു കാര്യം ചെയ്യും മുമ്പോ പറയും മുമ്പോ ആക്ഷൻ എടുക്കും മുമ്പോ ആലോചിച്ചിട്ട് എടുക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം, ഒരു പീപ്പിൾ പ്ലീസർ ആകാൻ ശ്രമിക്കേണ്ട. ബാക്കിയുള്ളവരല്ല നമ്മുടെ ലൈഫ് മാർക്കിടുന്നത്, ചുറ്റിനുമുള്ള ആൾക്കാരല്ല പറയുന്നത് നിന്റെ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ ഇന്ന് ഒരുപാട് ആത്മഹത്യകൾ കാണുന്നുണ്ട്, സൂയിസൈഡ്. ഇതിന്റെയൊക്കെ മെയിൻ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ റീസെന്റ് നടന്നിട്ടുള്ള പല കുട്ടികളുടെയും മരണം എന്തിനാണ്, കല്യാണം കഴിഞ്ഞ് പോകുന്ന വീടുകളിൽ അവരുടെ ഒരു ടോർച്ചറിങ് ഉണ്ടായിരുന്നിട്ട് പോലും എന്താണ്, ഒരു സെൽഫ് വർത്ത് ഇല്ലാതെ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ്, ഇതെനിക്ക് വിധിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു, അവസാനം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിലേക്ക് എത്താൻ ഒരാൾക്കും ഇടവരാതിരിക്കട്ടെ. അതിലേക്ക് വരാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്താണ് ഈ ഒരു സ്റ്റാർട്ട് സ്മോൾ ബൈ പ്രയോറിറ്റൈസിങ് യുവർ നീഡ്സ് വൺസ് എ ഡേ.
മനസ്സിലായോ? അപ്പോ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു ദിവസം രാവിലെ എണീറ്റാൽ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ കുറച്ച് സമയം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ മെയിൻ ആയിട്ട് ഈ ദിവസം എനിക്കുള്ളത്, അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിനകത്ത് എനിക്ക് ഇന്ന് എന്ത് ചെയ്ത് തീർക്കണം, അത് പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ ലെവൽ 1 ഞാൻ എല്ലാ ഗ്രൂപ്പിലും ചോദിച്ചു, നിങ്ങൾ ഈ ആഴ്ചയിൽ എന്താണ് ടാസ്ക് ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ആ ഒരാഴ്ച ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടു. അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. എന്താണ്, ഒരാഴ്ച ഞാൻ എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട്, എൻ്റെ ബിസിനസ്സിനായിട്ട് എന്ത് ആക്ഷൻ എടുക്കും. ഇത് വല്ലപ്പോഴും വന്നിരുന്ന് ചെയ്ത് തിരക്കിനിടയിൽ ബാക്കിയുള്ള എല്ലാവരുടെ കാര്യം നോക്കിയിട്ടല്ല നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു വർഷം ചെയ്യേണ്ട ടാസ്കുകൾ 5 വർഷം എടുക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? നമ്മുടെ യൂട്യൂബിൽ വിഷൻ ബോർഡിനെ കുറിച്ചൊക്കെയുള്ള സെഷൻസ് ഒക്കെ ഞാൻ ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കുക. നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും കണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഇതാണ് നമ്മളുടെ ഒരു വിഷൻ ബോർഡിലൊക്കെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ കാര്യം എന്താണ്, പീപ്പിൾ പ്ലീസർ ആകരുത്. 2, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവിത പടുത്തുയർത്താനായിട്ട്, കെട്ടിപ്പടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ മരിച്ച് പണിയെടുക്കും, ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കഴുതയെ പോലെ പണിയെടുക്കുക എന്ന് കുറച്ച്, അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ലൈഫിൽ. ഒരു സെക്കൻഡ് നമുക്ക് ഇരിക്കാൻ പറ്റാതെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ജീവിതം എങ്ങനെ മൂല്യം ഉള്ള രീതിയിൽ നമുക്ക് ജീവിക്കണം എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇത് നമ്മളെ അൺഹാപ്പി ലൈഫിലേക്ക് കൊണ്ടുപോകും. കാരണം തിരക്ക് പിടിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അത് ശരിയാണോ? ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടോ? കാരണം നമ്മൾ പലപ്പോഴും സക്സസിലേക്ക് പോകാനോ പണം ചേസ് ചെയ്യാനോ ഒക്കെ എപ്പോഴും അതിന് പിന്നിൽ പോവാം, മാക്സിമം നോക്കും, അല്ലെ? ഒത്തിരി എഫേർട്ട് എടുക്കും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാവരുടെ കാര്യങ്ങളും ചെയ്തൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറും തികയുന്നില്ല, തിരക്ക് പിടിച്ചൊരു ലൈഫിൽ പോകും. പക്ഷെ ആ സമയം നമുക്ക് എന്തൊക്കെ നഷ്ടമാവും, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സന്തോഷം, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഇതെല്ലാം ഒരു സൈഡിലൂടെ സഫറിങ്ങിലേക്ക് വരും. അല്ലെ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു പ്രയോറിറ്റി കൊടുക്കുക. എനിക്കില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാം, എൻ്റെ ബ്രാൻഡിൽ നവമിയിലായിരുന്ന സമയത്ത് ഇതേപോലെയായിരുന്നു ഞാൻ കുറച്ച് വർഷം കൊണ്ടുപോയിരുന്നത്. എനിക്കൊരു സ്വന്തമായിട്ടൊരു ജോയ് ഇല്ല. പുറമേ കാണുമ്പോൾ എനിക്ക് എല്ലായിടത്തും എൻ്റെ പ്രസൻസ് ഉണ്ട്, ഞാൻ ഒത്തിരി ഓർഡേഴ്സ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു, അവരുടെ സാറ്റിസ്ഫൈഡ് ആവുന്നു, സെലിബ്രിറ്റീസിന് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ വരുന്നു, മാഗസീൻസ് വരുന്നു, ഞാൻ എഴുതുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും ഞാൻ വളരെ തിരക്ക് പിടിച്ചൊരു ലൈഫ്. അതിനോടൊപ്പം എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഒരു പ്രയോറിറ്റി ഇല്ല, എനിക്ക് ഒന്നിനൊരു അടുക്കം ചിട്ടയില്ലാത്ത രീതിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഹാപ്പി അല്ല. ഇങ്ങനെയല്ല ഞാൻ കാണുന്നൊരു ജീവിതം. നമ്മളൊരു സ്ലോ പേസിൽ കാര്യങ്ങൾ ഒരേ സമയം നമ്മളെ കയ്യിൽ സക്സസ് ഉണ്ടാവുന്നുണ്ട്, കരിയർ പോകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരേ സമയം എനിക്ക് കൊണ്ടുപോകണം. നമ്മൾ അവിടെ മാനേജ് ചെയ്യേണ്ട, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ, ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സുകളിൽ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു റൊട്ടീൻ തന്നിട്ടുണ്ട്. അത് എത്ര പേരാണോ ആരാണോ കൃത്യമായിട്ട് പാലിക്കുന്നത്, അവരുടെ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അൺഹാപ്പിനെസ് മാറി വെളിച്ചം വന്നു തുടങ്ങും. ആദ്യത്തെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കലണ്ടർ ഉണ്ടാക്കുക, ലൈഫിൽ ഒരു കലണ്ടർ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്നുള്ളത്, അല്ലെ? കാരണം നമ്മൾ പ്രയോറിറ്റി മെയിൻ ആയിട്ട് എവിടെ ഫോക്കസ് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിനും ചെയ്തിട്ട് എൻ്റെ കാര്യം പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പൊ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ ഒന്ന് ത്രെഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഇന്ന് തരാം നമ്മളെ സ്വയം സ്നേഹിക്കാനുള്ള കാര്യം പോലും മറന്നു പോകും. ഈവൻ കണ്ണാടിയിൽ പോലും നോക്കാൻ മടിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് നമുക്കിടയിലുണ്ട്, അല്ലെ? എത്രയോ പേര് നമ്മൾ 21 ഡേയ്സ് പ്രൊഡക്ടിവിറ്റി ചലഞ്ച് ഒക്കെ ചെയ്ത സമയത്ത് അത് പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം, അല്ലെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സമയം, നമ്മളുടെ ലവ്ഡ് വൺസ്, നമ്മുടെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈം നമുക്ക് വേണം. ഹോബീസ്, നമ്മളുടെ ഡെയിലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. നിങ്ങൾ കുറച്ച് സമയം പാട്ട് കേട്ടോ, നമ്മൾ കോളേജ് പഠിച്ചപ്പോഴോ സ്കൂളിൽ പഠിച്ചപ്പോഴോ വിവാഹത്തിനൊക്കെ മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് നടന്നിട്ടുണ്ട്. സിനിമ കാണാനും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ പിന്നീട് ലൈഫ് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒന്നിനും സമയം തികയാതെ വരുന്നൊരവസ്ഥ, അല്ലെ?
എത്ര പേര് ഇപ്പോഴും സ്ഥിരമായിട്ട് നല്ല പാട്ട് കേട്ട് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള പഴയ മലയാളം മെലഡീസ് ഒക്കെ കേട്ട് നമുക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീല് കിട്ടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലൊരു ചേഞ്ച് നമുക്കവിടെ വരും. നമ്മുടെ പഴയകാലം നല്ല ഓർമ്മകളിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകും. അതുകൊണ്ട് നമ്മൾ സക്സസിനെ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യണം. കാരണം എന്താണ്, സക്സസിനെ റീഡിഫൈൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ എപ്പോഴും സക്സസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നതാണ് സക്സസ് ഈക്വൽ ടു ഹാർഡ് വർക്ക് എന്നാണ്. നല്ലതായിട്ട് പണിയെടുത്താലേ സക്സസ് എത്തൂ. അല്ല, നമുക്ക് ഇന്നത്തെ കാലത്ത് സക്സസിന് ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് മാക്സിമം സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതിനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു. അപ്പോൾ സക്സസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരുപാട് പണിയെടുക്കാതെ തന്നെ എനിക്ക് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് എൻ്റെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പൊ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാപ്പിനെസ്, ഹെൽത്ത്, പീസ്, സമാധാനം. സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങുക. ലൈഫിൽ എൻ്റെ അടുത്ത് പലപ്പോഴും ആരെങ്കിലും ചോദിക്കും എന്താണ് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ വേദനയില്ലാതെ ഉറങ്ങണം, സമാധാനത്തോടെ ഉറങ്ങണം എന്നുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ ഞാനൊരു 70% ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ഉറങ്ങുക. ഒരു മനുഷ്യൻ ഉറങ്ങുക എന്ന് പറഞ്ഞാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. സത്യമാണോ? നമുക്ക് എന്തൊക്കെ ലൈഫിൽ എത്ര പണം ഉണ്ടെങ്കിലും എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിലൊരു മനസ്സമാധാനം ഇല്ലാതെ രാത്രി ചിലപ്പോൾ ഒരുപാട് രോഗങ്ങൾ, പെയിനൊക്കെ ആയിട്ടാണ് നമ്മൾ കിടക്കുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും? ഇല്ല. അപ്പോൾ ആ ഒരു ഉറക്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം കുളമാകും. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? നമ്മൾ ഹാപ്പി ആയിട്ട് ആ ഒരു ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല ഉറക്കം നമുക്ക് കിട്ടും. ഞാൻ മാറി തുടങ്ങിയ സമയത്ത് ആദ്യം ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക, മൈൻഡ്ഫുൾ ആയിട്ട് ഒരു സ്ലീപ്പ് കിട്ടുക എന്നുള്ളത്. അത് കിട്ടാണ്ടിരുന്നതായിരുന്നു ഒരുപാട് വർഷങ്ങൾ. അതിലെത്താനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിനെ ഞാനൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ഞാൻ രാവിലെ എണീറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്സ് ചെയ്യും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു 10 തൊട്ട് 3 മണിയിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ ഒരു പ്രയോറിറ്റി കൊടുത്തൊരു അടുക്കും ചിട്ടയും വരുത്തിയപ്പോൾ തന്നെ നമ്മൾ ഇനി ആ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മായയുടെ ചാറ്റ് കണ്ടു, ഫുൾ ടൈം ആ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ആ കാര്യങ്ങളൊക്കെ മാറും. ഓക്കെ, ഇനിയുള്ള 14 ഡേയ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ അതുപോലെ ഒന്ന് പാലിക്കാം. നമ്മളിപ്പോ ഒരു തുടക്കത്തിൽ ഒരു കാര്യത്തിൽ കയറുവാണ്, നമ്മളൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 14 സ്റ്റെപ്സ് കയറാൻ പോവാണ്. 14ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് 15ാമത്തെ ആ ഒരു സ്റ്റേജിലോട്ട് കയറും മുമ്പ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്ന് വെക്കുന്നത്. ഇന്ന് തന്നെ എല്ലാ സൊല്യൂഷനും എന്നല്ല, നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് മൈൻഡിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്ത് മേലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട എന്തിനാണ്? കലണ്ടർ സെറ്റ് ചെയ്യുക, ലൈഫിൽ ഒരു അടുക്കം ചിട്ടയും കൊണ്ടുവരിക എന്നുള്ളത്. കാരണം നമ്മളൊരു മെഷീനല്ല, അല്ലെ? കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒരു റേസ് അല്ല, എവിടെ ഓടി തീർത്ത് അങ്ങ് അവസാനം ഒരു 80-90 വയസ്സ് കഴിഞ്ഞ് മരിക്കാം. ഇതല്ല ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ ഒരു പുസ്തകം ആമസോണിലെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒക്കെ ഇട്ടേക്കാം, അല്ലെങ്കിൽ അതിനോടൊപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിൻ ചെയ്തേക്കാം. നിങ്ങളത് വായിക്കണം. കാരണം ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങളെ കുറിച്ചാണ് മെയിൻലി ഇക്കിഗായ് ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാര് 70-80 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പോലും ചെറിയ ചെറിയ ജോലികൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അവിടെയുള്ള ആൾക്കാരുടെ ആയുസ് എന്ന് പറയുന്നത് 100ന് മേളിലാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു. ആ മൈൻഡ്ഫുൾനെസ്സിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് അവരുടെ ജീവിതചര്യകളാണ്. നമ്മൾ ഒരു അടുക്കും ചിട്ടല്ലാത്ത ലൈഫ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. രാവിലെ എണീറ്റ് ആദ്യം തന്നെ കുറെ സമയം മൊബൈൽ നോക്കും, അല്ലെ? ആ ഒരു കാര്യം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് അനാവശ്യ ചിന്തകൾ വന്ന് കയറും. ചിലപ്പോൾ ഫേസ്ബുക്ക് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം വരുന്ന കുറെ പോസ്റ്റുകൾ ഫുള്ള് നെഗറ്റീവ് പോസ്റ്റ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന ആൾക്കാര്, ബുക്കിന്റെ റിവ്യൂസ് നെഗറ്റീവ് എഴുതുന്നത്. ഇന്നലെ ഇപ്പൊ 2 ദിവസമായിട്ട് ഗോവിന്ദചാമിയുടെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്ലസന്റ് ആയിട്ട് ഒരു ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് മൊബൈൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങും. അന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം, അത് അടുക്കും ചിട്ടയില്ല. അടുക്കളയിൽ കയറണോ, ബാക്കി
ബാക്കി അടുത്ത കാര്യങ്ങൾ ചെയ്യണോ, നിങ്ങളൊന്ന് ഫ്രഷ് ആകണോ, ഇതൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ ആ ദിവസം പോകും. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് വീഡിയോ എടുക്കണം, ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി ചെയ്യണം എന്ന് പറയുമ്പോൾ നാളെ ചെയ്യാം മാഡം, ഇന്ന് ഇതാണ് എന്ന് പറയാം. കാരണം അത് ഷെഡ്യൂൾ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ എന്ത് കാര്യവും ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എനിക്കാണെങ്കിൽ ഒരു പോക്കറ്റ് ഡയറി ഇപ്പൊ എന്റെ കയ്യിലില്ല, ഒരു ഡയറി ഞാൻ വെച്ചിട്ടുണ്ട്, എപ്പോഴും കൊണ്ട് നടക്കും. അത് ഒരു ആഴ്ച ഉള്ളത് ദിവസം, ആ ഒരു ആഴ്ചയിൽ ഓരോ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്താണ് എന്റെ വീഡിയോസ് വരുന്നതും ഞാൻ സ്റ്റോറീസ് ഇടുന്നതും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഇതെല്ലാത്തിനും ടൈം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കാൻ പാടില്ല, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്രാധാന്യം കൊടുക്കാം. കാരണം ലൈഫ് ഒരു റേസ് അല്ല, അതൊരു ബാലൻസ് ആണ്. നമ്മൾ മരിക്കുമ്പോൾ എന്താണ്, നമ്മളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തിട്ട് ആ ഒരു ഇതിലേക്ക് ജേർണി അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം അല്ലാതെ നമ്മളെ ഒന്നും നേടാതെ എന്റെ ജീവിതം പോയല്ലോ എന്നുള്ളത് ഇനിയുള്ള നിങ്ങളുടെ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആ ചേഞ്ച് നിങ്ങളിൽ വരുത്തണം. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ടോ, കണക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ? ഒന്ന് ചാറ്റിലിടണേ, എല്ലാരും കണക്ട് ആകുന്നുണ്ടോ? ചാറ്റിലിടണേ. ഓക്കെ, പെട്ടെന്ന് ചാറ്റിൽ വരൂ എല്ലാരും. ഓക്കെ, താങ്ക് യു. 3, ഫോക്കസ് ഓൺ. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യം ജീവിതത്തിൽ, എനിക്ക് എന്തില്ല എന്ന കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എന്ത് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ട് എന്ന കാര്യത്തിൽ പല ആൾക്കാരും ഫോക്കസ് ചെയ്യത്തേയില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വറി ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻസും ഒരുപാട് ചുറ്റിനും നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരും എന്ത് ചെയ്യത്തില്ല, അതിലൊരിക്കലും ഫോക്കസ് ചെയ്തില്ല. എനിക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും നേടാൻ പറ്റാതെ നമ്മളെ ലിറ്ററലി എന്ത് ചെയ്യുന്നത്, സ്റ്റക്കാക്കി നിർത്തുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അടുത്ത ദിവസം എന്ത് എന്നുള്ളത്, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് കഴിഞ്ഞ കാലം മുതലേ എനിക്കൊന്നും ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാതെ പോയി. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കൂടുതലും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള കമ്പാരിസൺ, അല്ലെ? മറ്റുള്ള ആൾക്കാരെ സ്ഥിരമായിട്ട് അവരെ കണ്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരായാലും നമ്മൾ അവരുടെയൊക്കെ ലൈഫിൽ അവർ കടന്നു വന്ന വഴികളോ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്താണോ അത് കണ്ട് എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ, ഇതൊക്കെ എൻ്റെ വിധിയാണ്. നിങ്ങൾ എന്നാണോ ഈ വാക്ക് പറയുന്നത് നിർത്തുന്നത്, ഇതെന്റെ തലവിധി എന്ന് നമ്മൾ പറയുന്നത് നിർത്തുന്നോ, അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ കമ്പാരിസൺ, അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ നമ്മൾ ആളുകൾക്ക് മുന്നിലും മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലും നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോൾ അത് അൺഹാപ്പിനെസ്സും അതുപോലെ ആങ്സൈറ്റിയും നിങ്ങൾക്ക് ഉണ്ടാകും, ഉത്കണ്ഠയും നമുക്കുണ്ടാകും. അപ്പൊ അത് നമുക്ക് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഇന്നത്തെ കാലത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? നന്ദി പറയുക എന്നുള്ളത്. നമ്മൾ നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക എന്ന് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും കരിയറിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്, പക്ഷെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ നിമിഷം എന്നെ കേട്ട് കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു ലൈവിൽ നിൽക്കുന്ന സമയത്ത് എത്രയോ പേര് ഈ ഭൂമി വിട്ടു പോകുന്നുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നും നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. യൂണിവേഴ്സ് നമുക്ക് തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇന്ന് ഈ നിമിഷം നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലാതെ എന്തെല്ലാം സിറ്റുവേഷൻസിലൂടെ കടന്നു വരുന്ന പല വ്യക്തികളുണ്ട്, കയറി വരുന്ന അവരുടെ ലൈഫ് ഒന്നും നമ്മൾ നോക്കത്തില്ല. നമ്മൾ എല്ലാം കിട്ടിക്കഴിഞ്ഞ ഒരാളുടെ കണ്ടിട്ട് കമ്പയർ ചെയ്യും. ഞാൻ എൻ്റെ സെഷൻസിലൊക്കെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നവമി തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു, ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് കമ്പയർ ചെയ്യും മറ്റുള്ള ആൾക്കാരുമായിട്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇത് ഓർത്ത് ഞാൻ എപ്പോഴും വറി ചെയ്യും.
പക്ഷെ ആ സമയം ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യും. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നല്ല നല്ല രീതിയിൽ അവർ ഓർഡേഴ്സ് എടുക്കുന്നു, ഒരുപാട് നല്ല ഹൈഫൈ ആയിട്ടുള്ള രീതിയിൽ അവർ ജീവിക്കുന്നു, എനിക്കിതൊന്നും പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ എന്നാണോ എന്റെ കഴിവിൽ വിശ്വസിച്ചിട്ട് ഞാൻ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതൊക്കെ മാറ്റിയിട്ട് ഞാൻ എല്ലാ ദിവസവും യൂട്യൂബ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, ഫേസ്ബുക്ക് എടുത്തിട്ട് ഞാൻ നേരെ പോയിട്ട് ഇവരുടെ എല്ലാ അപ്ഡേറ്റ്സ് നോക്കും. അവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരെന്ത് പോസ്റ്റ് ഇട്ടു, എന്ത് കളക്ഷൻ എടുത്തു, എത്ര കസ്റ്റമേഴ്സ് അവരോട് പ്രൈസ് പ്ലീസ് ചോദിക്കുന്നു, കസ്റ്റമറിന്റെ ടെസ്റ്റിമോണിയൽ നോക്കുന്നു, അവരെവിടെയൊക്കെ യാത്ര പോകുന്നു. ഇതായിരുന്നു എന്റെ പരിപാടി. അപ്പൊ ഇത് എന്നെ പറയും ചെയ്യിപ്പിച്ചു. കാരണം ഇതൊന്നും എന്റെ ലൈഫിൽ നടക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല കുറെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഓർത്തില്ല. ഞാൻ എവിടെയാണോ വീണ് കിടന്നത്, എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ നിന്നപ്പോ അവിടുന്ന് എന്നെ എഴുന്നേക്കാൻ സഹായിച്ച ആ ഒരു ഉൾപ്രേരണ, ഇൻസൈറ്റ്, അത് കിട്ടിയ കാര്യത്തിൽ ഞാൻ നന്ദി പറഞ്ഞില്ല. ഞാൻ ഓരോ ഡ്രസ്സുകളിൽ ഡിസൈൻ ചെയ്യുന്നതിലും ഞാൻ നന്ദി പറഞ്ഞില്ല. എന്റെ അടുത്ത് വന്ന ഓരോ കസ്റ്റമേഴ്സിനും ഞാനൊരു താങ്ക്സ് പറഞ്ഞില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഒരു തിരിച്ചറിവ് വന്നു, നമ്മുടെ ഉള്ളതിന് നന്ദി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തുള്ളൂ, മാറ്റമുള്ളൂ. അത് നിങ്ങൾക്ക് ആരും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിൽ പല ആൾക്കാരും വീഡിയോസ് ഇടുന്നു അല്ലെ, നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ, നിങ്ങൾ വീഡിയോ ചലഞ്ച് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിലും ഞാൻ തരുന്ന ടാസ്കുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടൊരു വാക്കാണ് കൺഗ്രാറ്റുലേഷൻസ്, യെസ് എന്നുള്ള വാക്ക്. ഏതൊരാളും ഒരു കാര്യം ഗ്രൂപ്പിൽ ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന, ഇതിപ്പോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മുടെ അടുത്ത് പഠിക്കുന്നവരായതുകൊണ്ട് പറയുവാണ്, ഏതൊരു വ്യക്തി നല്ലൊരു കാര്യം ചെയ്തു, അവരുടെ ഒരു ലൈഫിൽ ഒരു നല്ലൊരു കാര്യം അവർ ചെയ്തിരിക്കുന്നത്, ഇതുവരെയും ചെയ്യാതിരുന്ന ഒരാൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് നല്ലത് പറയുക. നിങ്ങൾ അഥവാ ആ ഒരു ടാസ്ക് ചെയ്തില്ലെങ്കിൽ പോലും അയ്യോ അവർക്ക് സാധിച്ചു എനിക്ക് പറ്റിയില്ല എന്ന് ചിന്തിക്കുന്ന പകരം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ലത് എസ് എന്ന് പറയാം, കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എവിടെയും പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവര് ഇതുവരെയും ചെയ്യാത്തൊരു ടാസ്ക് ചെയ്തു, ആ ഹാപ്പിനെസ്സുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ പുച്ഛിച്ച് ഇരിക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് ഇതുവരെയും ജീവിതത്തിൽ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ, നമുക്ക് വേദനകൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം പല വേദനകളിലൂടെ കടന്നു വന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നു തുടങ്ങി. ഇനി അങ്ങോട്ട് ലൈഫിൽ ഏത് കാര്യത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ്, അത് നമുക്ക് ഏതിന് വേണേ പറയാം. കുടിക്കുന്ന വെള്ളത്തിന് പറയാം, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ കിടക്കയ്ക്ക് പറയാം, ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നന്ദി പറയാൻ തുടങ്ങിയ 100 200 ഒന്നും നിൽക്കത്തില്ല. ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വരും. നമ്മളെ പ്രൊഡക്ടിവിറ്റി ചലഞ്ചൊക്കെ കഴിഞ്ഞവർ ഈ സിറ്റുവേഷനൊക്കെ കടന്നു വന്നിട്ടുള്ളവരാണ് അല്ലെ. നിങ്ങൾക്കറിയാം നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് എന്തൊക്കെ കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്, നിങ്ങൾ 21 ഡേയ്സ് കറക്റ്റ് ആയിട്ട് ഞാൻ തരുന്ന ഒരു അസൈൻമെന്റ് പോലെ ചെയ്യാം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുന്ന ഒരു 3 കാര്യം നിങ്ങൾ ഒന്ന് എഴുതുക. നന്ദി എന്തിനു വേണമെങ്കിലും, ഹസ്ബൻഡിന് നന്ദി പറയാം, അമ്മയ്ക്ക് നന്ദി പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യങ്ങൾ, ഈവൻ വീട്ടിലൊരു പെറ്റിന് നന്ദി പറയാം. കാരണം നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് അത് നമ്മുടെ അടുത്ത് വന്ന് ഒരു പട്ടിക്കുട്ടിയോ ഒരു പൂച്ചയോ ഒക്കെ വന്നെടുക്കും, അത് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം. ആരും നമ്മളെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നമ്മളോട് കാണിക്കുന്നത്, ഈവൻ നമ്മുടെ ഗാർഡനിലുള്ള പൂക്കള്, അവര് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നമ്മൾ അതിൽ നന്ദിയുള്ള, അവിടെ നിന്നും ഒരു ഇന്നർ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കും. അതായത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു ഷിഫ്റ്റ് നമുക്ക് ഉണ്ടാവും, ജീവിതത്തിൽ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പറയേണ്ട കാര്യമാണ്, ഇന്ന് മുതൽ എനിക്ക് എല്ലാം ലാക്കാണ്. അതായത് ലാക്ക് എന്ന് LACK എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ഒന്നുമില്ല, എൻ്റെ കയ്യിൽ എനിക്കൊന്നുമില്ല, എനിക്കെല്ലാം നഷ്ടമാണ് എൻ്റെ ജീവിതം. ഇത് പറയുന്നതിന് പകരം ഒറ്റ വാക്ക് പറയുക, ഐ ആം ബ്ലസ്ഡ്. നമ്മളെ ലൈഫിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ ഓരോ വ്യക്തി വരുന്നത്, നമ്മളിതെല്ലാം കാണാറില്ലേ സോഷ്യൽ മീഡിയയിൽ, ഒരുപാട് കഷ്ടപ്പെടുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കണ്ണുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്, മറ്റൊരു വ്യക്തിക്ക് ഒരു സഹായമാകാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓബിയസ്ലി നമ്മൾ എല്ലാവരും എന്താണ്, ബ്ലസ്ഡ് ആണ്. അപ്പൊ ഇനി മുതൽ സ്വന്തമായിട്ട് നമ്മളെ നിഷേധിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാം. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയരുത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ വോയിസ് ഇടുമ്പോഴും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, കുഴപ്പമില്ല പക്ഷേ മാഡം ഓക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാര്യം എന്ത് ചെയ്ത് അഡ്രസ് ചെയ്യുന്നതിന് പകരം മനസ്സാലെ നമ്മൾ പറയുക, ഞാൻ ബ്ലസ്ഡ് ആണ്, ഞാൻ ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആകും. ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ് എൻ്റെ ലൈഫ്. ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ ഇങ്ങനെ തൊഴുത് ഹിന്ദു ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അങ്ങനെ നിൽക്കുന്ന സമയത്തും ഞാൻ ഉള്ളുകൊണ്ട് പറയുന്നത് ഓൾ ഈസ് വെൽ ആണ്, എല്ലാം ഓക്കെ ആവും, എല്ലാം ഓക്കെയാണ്, എല്ലാം നല്ലതിന്. ഇതാണ് ഈവൻ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ലൈവിൽ കയറുന്നതിന് മുമ്പും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. എല്ലാം സൂപ്പറാണ്, എല്ലാം നന്നാണ്, എല്ലാം നല്ലതാണ്, ഓക്കെ ആണ് എന്നുള്ളത്.
മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അത്യാവശ്യമായിട്ട്, അപ്പൊ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കില് 3 നിങ്ങളൊരു 21 ദിവസം പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം. ഓക്കെ, ഈ ഒരു 14 ഡേയ്സ് കഴിഞ്ഞാലും നിങ്ങൾ എന്നെ അറിയിക്കണം എന്ത് ചേഞ്ച് ആണ് നിങ്ങൾ വന്നത്. നമ്മളുടെ മൊബൈൽ ഡിറ്റോക്സ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ച് നമ്മളുടെ സമൃദ്ധി കമ്മ്യൂണിറ്റിയിൽ നടന്നു. അതിൽ പങ്കെടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ആ മൊബൈൽ ഒന്ന് അഡിക്ഷൻ കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ വന്നു, അല്ലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആ 7 ദിവസത്തിൽ, അത് ചെയ്ത ആൾക്കാരോട് കമന്റ് ചെയ്യൂ. എന്താണ് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്നുള്ളത് അത് കമന്റ് ചെയ്യൂ, ബാക്കിയുള്ളവരും കൂടെ കാണട്ടെ. ആ ചേഞ്ച് നിങ്ങൾക്ക് വരുന്നത് പോലൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് മറ്റൊരു റീസൺ. മനസ്സിലായോ? അടുത്ത 4 ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ അൺഹാപ്പി ആക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. എന്താണ്? യു ആർ സറൗണ്ടഡ് ബൈ ടോക്സിക് പീപ്പിൾ. ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളാൽ ചുറ്റപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലേക്കും ആ ഒരു ടോക്സിസിറ്റി റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായോ? എന്താണ്? നമ്മുടെ ചുറ്റും ജീവിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ്, അവർ പകർന്നു തരുന്ന നെഗറ്റീവ് എനർജി നമ്മളുടെ ജീവിതത്തിലും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചിട്ട് നമുക്ക് നാളെ വീട് വിട്ട് പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എവിടെ നിന്നാണ് മാറ്റം നമുക്ക് ഉണ്ടാകേണ്ടത്? നമ്മുടെ ഉള്ളിൽ നിന്ന്. ആദ്യം അവരല്ല നന്നാക്കേണ്ടത്. ആദ്യം എൻ്റെ ഉള്ളിൽ ഞാൻ ചേഞ്ചസ് കൊടുത്തു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നിങ്ങളിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. കാരണം നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നവരാണ്. അതെ, അതിനെ എനർജി വാമ്പയേഴ്സ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഡിസ്കറേജ് ചെയ്യും. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിന് നെഗറ്റീവ് അടിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റിനും, വീടിനുള്ളിലോ ഫ്രണ്ട്സ് ആയിട്ടോ റിലേറ്റീവ്സ് ആയിട്ടോ അയൽക്കാരായിട്ടോ ഒക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം. അതൊക്കെ നമുക്ക് സംഭവിക്കും. അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മറികടക്കണം എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ ലൈഫ് എന്നും ഇങ്ങനെ തന്നെ ആയി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്ന്. നമ്മളുമായിട്ട് മോശമായിട്ട് നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്നത്, ഇപ്പൊ രാവിലെ എണീറ്റ് നമ്മൾ ഉറക്കം എണീറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളടുത്ത് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവ് പറയുന്ന ആൾക്കാർ രാവിലെ തന്നെ വന്നിട്ട് നമ്മളടുത്ത് വീടിന്റെ ഉള്ളിൽ വന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് അന്നത്തെ ദിവസം നമ്മളെ കുളവാക്കും. അപ്പൊ ഓൾറെഡി നമുക്കറിയാം ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ ഇതായിരിക്കും ഇവർ പറയാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം ഇവരുടെ സ്വഭാവം ഇതാണ്, ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പം നേരത്തെ മെന്റലി പ്രിപ്പയർ ആവാം. എന്ത് ചെയ്യാം? ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഇവർ ഓൾറെഡി ഇത് തന്നെയാണ് പറയാൻ വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എടുക്കാൻ പോകുന്ന ആക്ഷൻസ് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ എടുക്കുന്ന എന്ത് ആക്ഷൻസ്, നിങ്ങൾ ഇന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ മാക്സിമം അതെന്ത് ചെയ്യുക? വളരെ ലിമിറ്റായിട്ട് കാര്യം പറയുക. വലിച്ചു നീട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പകരം നമ്മൾ സംസാരിക്കുന്ന കാര്യം ചുരുക്കുക. നമുക്ക് അതുപോലെ തന്നെ മനസ്സിൽ ഓൾറെഡി സെറ്റ് ചെയ്യുക. ഇവർ ഓൾറെഡി ഈ ഒരു മൈൻഡ് സെറ്റ് ജീവിക്കുന്ന വ്യക്തിയാണ്, ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇവരിത് ഇങ്ങനെ രീതിയിൽ പ്രതികരിക്കാനേ അവർക്ക് അറിയാവും. അതല്ലാതെ അവരൊരിക്കലും നല്ലത് വന്ന് പറയുന്നുള്ളത് നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ട് വിഷമം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണ്ട. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഡിഫൈൻ ഹൂ അപ്ലിഫ്റ്റ്. നിങ്ങളെ ആരാണോ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, നിങ്ങളെ ഉയർത്തുന്നത്, നിങ്ങളോട് സ്നേഹത്തെ സംസാരിക്കുന്നത്, നിങ്ങളെ പിന്തുണയ്ക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ആ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? നിങ്ങൾ ഓരോരുത്തരും സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒരാൾ ഡൗൺ ആയിരുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്കറിയാം നിങ്ങൾ കുറച്ച് പേര് പുതിയതായിട്ട് വന്നവരുണ്ട്, കുറെ നാളായിട്ട്, 1 വർഷമായിട്ട് ഇവിടെ ഉള്ളവരുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് സുഹൃത്തുക്കളായി. നിങ്ങൾക്ക് ഒരു വിഷമം വന്നു, എന്നോട് ഷെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരികളായിട്ട് മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെല്ലാവരും എന്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കോഴ്സിനകത്ത് ഞാൻ തന്നിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾ തരണം ചെയ്ത് വന്ന ആൾക്കാർ അതിനുള്ളിലാവുമ്പോൾ അവർക്കിടയിൽ എന്ത് ചെയ്യും? നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യും. നിങ്ങളുടെ ആ നെഗറ്റീവ് ആയിട്ടുള്ള നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവിലേക്ക് മാറും. നമ്മളെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുക, നമ്മളെ ഉയർത്തിക്കൊണ്ട് അത് ഓക്കെ ആണ്, നിനക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഒക്കെ മാറും. ഈവൻ ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ, അല്ലെ, ഏപ്രിൽ ബാച്ചിൽ നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെ, ഒരാൾക്കൊരു വിഷമം വന്നു, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എത്ര പേരാണ് അവരെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ജൂലൈ ബാച്ചിനകത്ത് ഫാഷനിൽ നിൽക്കുന്നവര്, ഒരാളൊരു വീഡിയോ ചെയ്ത് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എത്ര പേര് അവർക്ക് താങ്ങായി നിന്നു, അല്ലെ? ഇതാണ് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ആ ആൾക്കാർക്കിടയിൽ
ഉണ്ടാകുന്ന കണക്ഷൻസ്, അതോടെ നമ്മൾ എന്താവും, പോസിറ്റീവ് സോൾസ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറും. ലിമിറ്റ് ടൈം വിത്ത് ടോക്സിക് പീപ്പിൾ. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നും ഇരിക്കുന്നത് പോലും നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് തരുന്ന വലിയൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ടിപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം കുറച്ചൊരു 10 മിനിറ്റ് നിന്നാൽ അവിടെ നിന്ന് ഒന്ന് മാറുക. കാരണം നിങ്ങളുടെ പീസ്, നിങ്ങളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഞാൻ ഹാപ്പി ആയിരിക്കണം. ആ ഹാപ്പി ആയിരിക്കാനുള്ള സിറ്റുവേഷൻസ് എവിടെ ഉണ്ട് അവിടെ മാത്രം ഇരിക്കുക. അൺഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ടെങ്കിൽ മാക്സിമം അവരിൽ നിന്നൊന്ന് മാറി നിൽക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചേഞ്ച് ആവും. കാരണം നമ്മൾ എവിടെയാണ് കണക്ഷൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്? സപ്പോർട്ടീവ് ആയിട്ടുള്ള, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കണം. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രാൻഡ് വളരും, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും. നമ്മൾ കാണാറില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ. എക്സാമ്പിൾ പറയാം, യൂസഫ് അലി സാർ. ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ. യൂസഫ് അലി സാറ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. യൂസഫ് അലി സാറ് ഒരു കാര്യം എന്ത് ചെയ്യണം, ഒരു പാർട്ടിയിൽ വന്നു, ഒരു പാർട്ടിയിൽ പങ്കെടുത്തു. ആ പാർട്ടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് വീട്ടിലെ പ്രശ്നത്തിനെ പറ്റിയോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഫുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലാകുന്ന ടെൻഷനോ ഇങ്ങനെയൊക്കെ ആണ്, എന്താകുമെന്നോ, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹം പറയുന്നത്. അത് എന്തിനെ കുറിച്ചായിരിക്കും? നെക്സ്റ്റ് അവരുടെ ബിസിനസ്സിനെ എന്ത് രീതിയിൽ വളർത്താമെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ടായിരിക്കും അവർ ഇടപഴകുന്നത്, അല്ലെ? ഇത് ഞാൻ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ, സാധാരണക്കാരല്ല, ഇപ്പൊ ഇവൻ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ ഇതുപോലെ ടോക്സിസിറ്റിക്ക് ഇടയിൽ നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കിടയിൽ ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ എനർജി ആണ് അവിടെ പോകുന്നത്. നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നമ്മളൊരു സംഭവം ഈവൻ ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്, ഞാൻ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പറയുന്ന ആൾക്കാർക്കിടയിൽ ഞാനൊരു 10 മിനിറ്റ് ക്ലാസ്സിന് മുമ്പ് കയറിയിട്ട് ഞാൻ വരുവാണെങ്കിൽ, എന്റെ പഴയ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ ഞാൻ പിന്നെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്റെ തൊണ്ട വിറയ്ക്കും. ഓട്ടോമാറ്റിക്കലി എന്നിൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലറിയാൻ പറ്റും. ആ സിറ്റുവേഷൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പകരം ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഒരു ക്ലാസ് എടുക്കാൻ കയറുമ്പോഴോ എന്തിനും എന്റെ ബ്രാൻഡിന് വേണ്ടി കാര്യമോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ഞാൻ എന്റെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള എനിക്ക് സന്തോഷം തരുന്ന പാട്ടുകൾ മൊബൈലിൽ എടുത്തിടും. എന്നിട്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈവൻ എന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്ത സമയത്ത് പല അതിന്റെ എവിഡൻസ് വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുള്ളതിലൊക്കെ ഞാൻ സൈഡിൽ ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട്. ആ മൊബൈലില് സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനത്തെ സിനിമകളൊക്കെ വെച്ചിട്ട് കണ്ടതായിരിക്കാം, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് നമുക്കൊരു എനർജി നമ്മളിൽ ഉണ്ടാക്കും. അതല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിലും വന്ന് കരഞ്ഞ് കാല് പിടിച്ചൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ജോലി അടച്ചു നിർത്തുക. ഫോൺ ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയാനാണ് ഒരു കൂട്ടുകാരി വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ദുഃഖമായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ എനർജി അത് ഡ്രെയിൻഡ് ആകുന്നുണ്ടോ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഒത്തിരി നിങ്ങളുടെ സമയം അവിടെ കളയുന്നുണ്ടെങ്കിൽ ആ ഫോൺ കോൾ ഒന്ന് കട്ട് ചെയ്തേക്കാം. മനസ്സിലായോ? കാരണം ഹീലിംഗ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വെൻ യുവർ സർക്കിൾ റിഫ്ലക്ട്സ് യുവർ വാല്യൂസ് ആൻഡ് ഗ്രോത്ത്. നമ്മൾ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്കിടയിൽ ആ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ കൂട്ടം ഒരാൾക്കാർക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ മുതൽ നിങ്ങളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈവൻ ഇപ്പൊ ഇവിടെ 1-2 പേര് പറയുന്നുണ്ട്, അശ്വിനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോ റിലേഷൻഷിപ്പിലാണ് നമുക്കൊരു പ്രശ്നമുണ്ട്, അല്ലെ? റിലേഷൻഷിപ്പിൽ നമുക്ക് അടുത്ത നമ്മളുടെ ഇരിക്കുന്ന ഹസ്ബൻഡോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഭയങ്കര ടോക്സിക് ആയിട്ട് എപ്പോഴും നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് ആ പോസിറ്റീവ് ആയിട്ടൊരു ഇടം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്, അറ്റ് പ്രസന്റ് ഉണ്ട്, അതിൽ ആദ്യം ഫോക്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഹോപ്പോനോപോനോ, അല്ലെ? ഹോപ്പോനോപോനോ എന്ന് പറയുന്ന ഒരു പ്രയർ, മിറാക്കിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിലും നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ കാര്യങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹോപ്പോനോപോനോ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിൽ വിചാരിച്ച് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഒരു ചേഞ്ച് നമുക്ക് ഓബിയസ് ആയിട്ടൊരു മാറ്റം അറിയാൻ പറ്റും. കാരണം നമ്മുടെ ഉള്ളിൽ ഇത്രയും കാലം അദ്ദേഹം അല്ലെങ്കിൽ ആ നെഗറ്റീവായിട്ട് തന്നിട്ടുന്ന ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ആ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടല്ലോ, അതാണ് എപ്പോഴും അങ്ങോട്ടും റിഫ്ലക്ട് ചെയ്യും, ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. അതിനെ മാറ്റാനായിട്ട് ഹീലിങ്ങിന് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹോപ്പണോപ്പണോ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാം. ബാക്കി വരുന്ന ദിവസങ്ങൾ ഞാൻ കുറച്ചും കൂടെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു റിഫ്ലക്ഷൻ പോലെ കേൾക്കുക. ലൈവ് അറ്റൻഡ് ചെയ്യുന്നതും റെക്കോർഡ് കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ കയറണം. അപ്പോൾ ഹീലിംഗ് എവിടെ നിന്ന് തുടങ്ങും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന, പോസിറ്റീവ് എനർജിയുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്ന നല്ല ആൾക്കാർക്കിടയിൽ ജീവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് നമുക്ക് ചിലപ്പോൾ കൂട്ടുകാരൊന്നും തുടക്കത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും നെഗറ്റീവ് അടിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ ആരെങ്കിലും കുറിച്ച് അവൾ ഇങ്ങനെയാണ്, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാള് ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയുണ്ടോ? വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നവർ മാത്രമേ നമ്മുടെ അടുത്ത് വന്ന് ചേരത്തുള്ളൂ. അത് ഒരു എനർജിയാണ്, ഒരു മാഗ്നറ്റിക് അട്രാക്ഷനാണ്. എത്രയോ പേര് നമ്മളുടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ എന്റെ അടുത്ത് വരേണ്ടവർ മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേരും പ്യുവർ സോൾസ് ആയിട്ട് നിൽക്കുന്നതും നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ റീസൺ ഇതാണ്. നമ്മൾ പോസിറ്റീവായി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചുറ്റിനുള്ള ആൾക്കാരും അതുപോലെ ആയിത്തീരും. 5ാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് യു കോൺസ്റ്റന്റ്ലി കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. നമ്മൾ സ്ഥിരമായിട്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്നൊരു റീസൺ. ഇത് നമുക്ക് വേണ്ട. ഇത് നമ്മളെ വലിയ രീതിയിൽ നിങ്ങളെ ജീവിതത്തിനെ ബാധിക്കും. കാരണം ഇന്ന് നമ്മുടെ കാണുന്ന സോഷ്യൽ മീഡിയ, മറ്റുള്ള പിയർ പ്രഷർ, അതായത് നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവരൊക്കെ തരുന്ന ഒരു പ്രഷർ, ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ്, നീ ഒന്നും ചെയ്തില്ലല്ലോ, നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ല. ഇത് അവർ പറയാനുള്ള റീസൺ തന്നെ നമ്മളാണ്. എപ്പോഴും നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ണിൽ കാണുന്ന എല്ലാവരോടും പോയി പറഞ്ഞു നടക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവര് നമുക്കൊരു വില തരത്തില്ല. അവര് പറയും നിന്റെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ എന്ന് പറയും. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പറയും എടി നീ തുടങ്ങണ്ട, അയ്യോ ഇത് തുടങ്ങി, നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല, അല്ലെങ്കിൽ കുറെ കാശ് വേണം, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ നെഗറ്റീവ് അടിച്ച് താഴെ ഇടും. ഞാൻ ഇതേ സ്വഭാവക്കാരിയായിരുന്നു. എനിക്കുണ്ടാകുന്ന പെയിൻ, എനിക്കുണ്ടാകുന്ന വേദനകൾ, ആ പ്രശ്നങ്ങൾ ഞാൻ ഈവൻ എൻ്റെ കസ്റ്റമറിന്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എനിക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസും എനിക്കുണ്ടാകുന്ന പല പെയിനും ഞാൻ കുറച്ച് അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ കസ്റ്റമറിന്റെ അടുത്ത് പറയും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആ കസ്റ്റമർ എന്റെ തലയിൽ കയറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മൂല്യം, എന്റെ വാല്യൂ, എന്റെ ഒരു എന്താണ് എന്റെ കഴിവുകൾ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു സെൽഫ് റെസ്പെക്ട് എവിടെ ഞാൻ കൊടുക്കണമോ, എവിടെ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഹോൾഡ് ചെയ്തു. അല്ലെ, ഞാൻ ആ രീതിയിൽ ഇപ്പൊ നിങ്ങളിലും പല ആൾക്കാരും എന്നോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ആ രീതിയിൽ നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്തത്? കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സ്നേഹം, നിങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ട്, കരുതൽ, അത് നിങ്ങൾ തിരിച്ച് എന്നോടും കാണിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനിപ്പോ നമ്മുടെ സെഷനിലൊക്കെ എന്റെ ലൈഫിനെ പറ്റിയൊക്കെ പറയും. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ദുഃഖമായിട്ടല്ല പറയുന്നത്. അല്ലെ, ഞാൻ എങ്ങനെ അതിജീവിച്ചു, ഈ കാര്യങ്ങൾ എങ്ങനെ ഇവിടെ ഒന്ന് സംസാരിക്കുന്നതാണ്. അത് ഈ ഒരു ദുഃഖങ്ങൾ പറയുന്നതും അതിജീവിച്ചത് പറയുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? ആ ചേഞ്ച് നിങ്ങളിൽ എന്താണ് വരുത്തും. അതുകൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്ന വ്യക്തികൾ എല്ലാവരെയും ലിറ്ററലി വിശ്വസിക്കരുത്. പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് അധികം ഒരു ബൗണ്ടറി ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഒരാളോടും നമ്മളുടെ മനസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തികളോടും നമ്മൾ ഷെയർ ചെയ്ത് സ്ഥിരമായിട്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. കാരണം അത് പറയേണ്ട വ്യക്തികളുടെ അടുത്ത് മാത്രം, അത് പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്കൊരു ഹീലിംഗ് തരുന്ന, നിങ്ങളെ സമാധാനിപ്പിക്കുന്ന ഒരാള് എന്നുള്ളൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് മാത്രം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ കണ്ണിൽ കാണുന്ന എല്ലാവരോടും പോയിട്ട് നിങ്ങളുടെ ദുഃഖങ്ങളും വീട്ടിലുള്ളവരുടെ കുറ്റങ്ങൾ, ഹസ്ബൻഡിന്റെ കുറ്റങ്ങൾ, പ്രശ്നങ്ങൾ, ഇത് നമ്മൾ, കാരണം എല്ലാവരും ഇത് ഒരേപോലെ അല്ല കാണുന്നത്. പല ആൾക്കാരും ഇത് ലിറ്ററലി എൻജോയ് ചെയ്യും. ഇവള് പുറമെ എല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷെ അവളുടെ ജീവിത യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആണ്. ഇത് എത്ര പേരോട് പോയി പറഞ്ഞു കൊടുക്കുമെന്ന് അറിയാമോ? എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ലിറ്ററലി ഞാൻ പറയുന്നത്. എനിക്കൊരു ബ്യൂട്ടീഷ്യൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി വന്നിട്ട് തുടക്കത്തിൽ എന്നോട് മാം എന്നൊക്കെ എന്നെ വിളിച്ച് യൂട്യൂബില്, ഫേസ്ബുക്കിൽ, എനിക്ക് ഫേസ്ബുക്കിലാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ചാറ്റ് ചെയ്ത ആളാണ്. ഒന്നുമല്ലാതിരുന്ന എടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, നവമിയുടെ ഫോട്ടോഷൂട്ട്സിന് വന്ന് ചോദിച്ചു. ആ രീതിയിൽ വന്നൊരു വ്യക്തിയാണ്. ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം അവരോട് പറയുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്.
അപ്പോൾ എന്നിലൂടെ എൻ്റെ കുറേ ഷൂട്ട്സിലൊക്കെ വന്ന് അതിലൊക്കെ പ്രോഡക്റ്റുകളൊക്കെ ഷൂട്ട്സൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി മാഗസീൻസ് എല്ലാ അവസരങ്ങളും എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുന്നോ അതെല്ലാം അവളോടൊപ്പം നിന്ന് എന്ത് വന്നാലും അവർക്കേ കൊടുക്കുള്ളൂ വർക്കുകൾ. ഞാനും പോയി എൻ്റെ എല്ലാ ഇതും ചെയ്യും. ഇതെല്ലാം ആയിട്ട് അടുത്തൊരു സുഹൃത്തായിട്ട് കണ്ടിട്ട് പിന്നീട് എൻ്റെ ഇതൊക്കെ കണ്ട് നമ്മളുടെ പേജസിലൊക്കെ അവരുടെ പേരും ഒക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സും എന്നെ അറിയാനുള്ള എൻ്റെ സുഹൃത്തുക്കൾ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ഇവരുടെ പാർലറിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് പലരും പറഞ്ഞറിയാൻ തുടങ്ങി. നീതുവിന്റെ പല കാര്യങ്ങളും നീതു ഇങ്ങനെയാണ്, അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുറെ കാര്യങ്ങൾ അവരെല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ഇതുണ്ട് കൊച്ചിന്, ഇങ്ങനെ സത്യമായിട്ട് പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ അടുത്ത സുഹൃത്തെന്ന് പറയുന്ന ആൾക്കാർ പോലും അവരുടെ ക്യാരക്ടർ ഇതായിരുന്നു എല്ലാവരോടും പറഞ്ഞു കിടക്കുന്ന. അത് നമ്മൾ പല ആൾക്കാർ അത് പല വഴിയിലൂടെ നമ്മൾ അറിയും. അവിടെ വെച്ചിട്ട് അന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാനൊരു ബ്രേക്ക് ഇട്ടു. പക്ഷെ ഒരിക്കലും അവർക്ക് പോലും അറിയില്ല ഞാൻ അവരോട് ഒരു ബ്രേക്കിൽ എടുത്തിരുന്ന. ഇടയ്ക്ക് മെസ്സേജ് അയക്കും, റിപ്ലൈ ചെയ്യും എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഞാൻ ഓപ്പൺ അപ്പ് ആവത്തില്ല. എൻ്റെ ലൈഫ് എന്താണോ, എൻ്റെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ ആരോട് ഇത് പറയണം എന്നുള്ളത് എനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. എൻ്റെ അടുത്ത മെന്റേഴ്സ് ഉണ്ട്, അവരോട് പറഞ്ഞാൽ എനിക്കറിയാം തിരിച്ചെനിക്ക് റെസ്പോൺസ് എന്തായിരിക്കും എനിക്ക് കിട്ടുന്നതെന്നുള്ളത്. അത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പുറമേ കാണുന്നതുമായിട്ട് ഒരുപാട് അടുത്തിഴങ്ങ് തുടക്കത്തിൽ പാടില്ല. ഉള്ളിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്നും അറിയാതെ അപകടത്തിൽ ചാടരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് തോന്നുന്ന, ഇപ്പൊ കോമ്പറ്റീറ്ററാണ്, സ്ഥിരമായിട്ട് അവരെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ട, അവരെ കാണണ്ട. നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. എന്ത് ഈ ലോകത്ത് നടന്നാലും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഈ കോമ്പറ്റീറ്റേഴ്സിനുമായിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ടെൻഷൻ ഒഴിവാക്കിയതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ ആ മാക്സിമം അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്തു വെച്ചു. കാരണം എനിക്ക് ആ സമയത്താണ് എൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ അറിഞ്ഞത്. അതായത് പലപ്പോഴും കസ്റ്റമേഴ്സ് പല ഡിസൈൻസ് തന്നിട്ട് അത് റെഫറൻസ് തന്നിട്ട് എന്നോട് അതുപോലെ ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആ റെഫറൻസ് എടുക്കാൻ വേണ്ടിയാണ് പേജുകൾ നോക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് വേറൊരാളെ ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നത്, എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ഡിസൈൻസ് സ്വന്തമായിട്ട് ലോഞ്ച് ചെയ്തുകൂടാ. ആ ആലോചന നിന്നാണ് ഞാൻ എന്ന് പല അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത് അൺഫോളോ ചെയ്തു. എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ഫോക്കസ് ചെയ്തോ, ആ തോട്ട് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഡിസൈൻസ് ചെയ്തോ, നവമി യുണീക്കായി. ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മാറ്റം വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ മാറ്റിയേക്കാം, വേണ്ട. ആവശ്യമില്ലാതെ ഇപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബർമാര് ഒരാവശ്യമില്ല അവരുടെ ലൈഫ്, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ, പ്രൊമോഷൻസ്, ഇതൊന്നും നമുക്ക് ഒന്നും തരുന്നില്ല. ഇവരല്ല നമ്മളുടെ ലൈഫിൽ, അവർക്ക് നല്ലതായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി നിങ്ങളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ചെയ്യും, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യും. അതല്ലാതെ ആവശ്യമില്ലാത്തുള്ള വ്ളോഗേഴ്സ് കാര്യങ്ങൾ നെഗറ്റീവായിട്ട്, ഇപ്പൊ ഒരാളുടെ ലൈഫ് നോക്കി അയാൾ ചെയ്യുന്ന എല്ലാം കുറ്റമാണ് അതും പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ചാനലുകാർ വേറെ. ഇങ്ങനെയുള്ളവരുടെ ഒക്കെ വീഡിയോ നമ്മൾ പോയി കണ്ടാൽ ഇതെല്ലാം മനസ്സിൽ കയറും. ഇതെല്ലാം ഒഴിവാക്കാം. അതുപോലെ നിങ്ങളുടെ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിൽ നിന്നും നിങ്ങൾ നിങ്ങൾ എവിടെ കമ്പയർ ചെയ്യണം? ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നത്തെ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഇപ്പൊ നിങ്ങൾ ഈ കേട്ട ആൾക്കാർക്ക് കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? ആ ചേഞ്ച് നിങ്ങൾക്ക് വരുന്നത്, ആ റിഫ്ലക്ഷൻ നിങ്ങൾ വരുന്നതുമായിട്ട് വേണം നിങ്ങൾ കമ്പയർ ചെയ്യാൻ. അതല്ലാതെ കഴിഞ്ഞ കാലത്തിൽ നിന്നും ഞാൻ ഇന്ന് എത്രത്തോളം മാറി, അത് അങ്ങനെ അല്ലാതെ എനിക്ക് എന്തില്ല, എനിക്ക് എന്തൊക്കെ ഇല്ലാത്തത് അതിൽ ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ആ പാത കണ്ടെത്തുക, അതിലൂടെ മൂവ് ചെയ്യുക. കാരണം ഡെയിലി നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ആം മീ, ഞാൻ തന്നെയാണ്, ഇതാണ് എൻ്റെ പവർ, ഞാനാണ്, വേറെ ആരുമല്ല എൻ്റെ ലൈഫ് എന്ത് ചെയ്യേണ്ടത്, പ്രയോറിറ്റി കൊടുത്ത് പറയേണ്ടത്. നിന്റെ ജീവിതം ഇങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ഞാനാണ്, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഈ രീതി നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ലോകത്തിലുള്ള അൺഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒട്ടും സന്തോഷമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്, കാരണം ആൾക്കാരെന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിച്ച് വറി ചെയ്യുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. ശരിയാണോ അല്ലയോ? മറ്റുള്ള ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിലെ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. ഇതായിരുന്നു ഞാനെന്നുള്ള വ്യക്തി അൺഹാപ്പി ആകാനുള്ള ഏറ്റവും മേജർ റീസൺ. പീപ്പിൾ പ്ലീസർ ആയിരുന്നു. മറ്റുള്ള ആൾക്കാർ എന്നെ കമ്പയർ ചെയ്യുമോ, എനിക്ക് വിജയിക്കാൻ പറ്റുമോ, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലുടനീളം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ എൻ്റെ ലൈഫിൽ അൺഹാപ്പി ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമായിരുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച്, അത് എൻ്റെ ബോഡി, ഫിസിക്കൽ ബോഡി ആകാം, എൻ്റെ സ്വഭാവമാകാം, അതെല്ലായിടത്തും നല്ലതാണെന്ന് പറയണം എന്നുള്ളതാണ്. എല്ലാവരെയും നല്ലതാണെന്നുള്ള പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ആദ്യം സ്വയം ഞാൻ ബെസ്റ്റ് ആണെന്ന് പറയണം. കാരണം
അൺഹാപ്പിനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. അതായത് നമ്മളുടെ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കാരണമാണ് മെയിനായിട്ട് നമ്മൾ അൺഹാപ്പി ആവുന്നത്. നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? അൺഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ നിറച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് നല്ലത് വന്നു ചേരും. മനസ്സിലായോ? അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്, എല്ലാവരും സന്തോഷിപ്പിക്കുകയും അവരെ പറയുന്ന എല്ലാം അതുപോലെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ട്രൂത്തിൽ, സത്യത്തിൽ ജീവിക്കുക. നിങ്ങളുടെ വേർത്ത്, എന്റെ മൂല്യം എന്താണ് അത് മനസ്സിലാക്കുക. ബ്ലൂം ഇൻ യുവർ ഓൺ ടൈം. നിങ്ങളുടെ സമയത്ത് ഈ ഒരു ടൈമിൽ സ്വയം വിടരാനായിട്ട് ശ്രമിക്കുക. കരഞ്ഞ് വിളിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു വിഷമത്തിൽ ജീവിക്കുന്നതിന് പകരം നമ്മൾ സ്വയം ഒരു താമരപ്പൂ വിടരുന്ന പോലെ, സമൃദ്ധിയിൽ എല്ലാത്തിലും, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എല്ലാം ഇത് ഈ ഒരു ലോട്ടസ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് എന്നെ തന്നെയാണ് കേട്ടോ. ഞാൻ എന്റെ റിഫ്ലക്ഷൻ ആണ് ഞാൻ ഈ ഒരു വാൾപേപ്പർ കൊടുത്തേക്കുന്നത്. കാരണം ചെളിയിലാണ് താമര ഉണ്ടാവുന്നത് അല്ലേ? ചെളിയിൽ മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ചട്ടിയിൽ കൊണ്ടുവച്ചാൽ ജീവിക്കോ? ഇല്ല. വെറും വെള്ളത്തിലിട്ട് വെച്ചാലും അത് ഉണ്ടാക്കില്ല, ചീഞ്ഞു പോകും. താമരയ്ക്ക് വളരാൻ എന്ത് വേണം? മഡ് വേണം അല്ലെ? ചെളി വേണം. ചെളിക്കൊണ്ടിൽ നിന്നും താമര പുറത്ത് വന്നൊരു മൊട്ടായിട്ട് വിടർന്നു കഴിയുമ്പോഴാണ് താമരയുടെ ഭംഗി എല്ലാവരും അറിയുന്നത്. വെറും ഒന്നുമില്ലാതെ അത് കിടക്കുമ്പോൾ ഒന്നുമില്ല, കുറെ ഇലകളായിട്ട് കിടക്കുന്ന ഒരു പോണ്ട്. പക്ഷെ അത് പുറത്ത് ആ താമര വിടർന്ന് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അവിടെ നിന്നും നമ്മൾ എങ്ങനെ വിടരുന്നു, അതിലാണ് കാര്യം. മനസ്സിലായോ? അതുപോലെ യു ആർ ലവ്ഡ്. നിങ്ങൾ സ്നേഹത്തിന് അർഹരായിട്ടുള്ളവരാണ്. നിങ്ങൾ ഇനഫാണ്. ഞാൻ ഓക്കെ ആണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഓക്കെ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ്, ഇന്നിൽ ജീവിക്കുക, അതിലാണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 5 റീസൺസ്, ഈ കാര്യങ്ങളാണ് അൺഹാപ്പിനെസ്, നമ്മൾ ഹാപ്പി അല്ലാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട 5 റീസൺസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഉണ്ടാവും, ഒന്നുകൂടെ നോക്കണം എന്നുള്ളവർക്ക് നോക്കാം. ഇത് യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഇന്ന് തന്നെ എഴുതുക. ബുക്ക് എടുത്തിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എവിടെയാണ് ബൗണ്ടറി, ആരൊക്കെയാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ നിൽക്കുന്നത്, എനിക്ക് എന്ത് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാരെയാണ് കമ്പയർ ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ ഞാൻ അവരിൽ നിന്നും ഒഴിവാകാം, ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത്. യൂസ്ഫുൾ ആയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യോ? ഉപകാരപ്പെട്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടോ? കറക്റ്റ് ആണോ പറഞ്ഞതൊക്കെ? അതാണ് ഇന്ന് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണോ? ഓക്കെ. അശ്വിനി പറയുന്ന പോലെയാണ്, ഒരു ഡ്രസ്സ് ഇട്ടാൽ അപ്പോ പറയും ഈ ഡ്രസ്സ് നിനക്ക് ചേരത്തില്ല എന്ന് പറയും. നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ ഏറ്റവും സുന്ദരിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഫീച്ചേഴ്സിന് അനുസരിച്ച് ആ ഡ്രസ്സിന്റെ ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പിന്നെ ആര് പറഞ്ഞാലും കാര്യമില്ല. മറ്റുള്ള ആൾക്കാരല്ല. ഒരു സാരി ഉടുത്താൽ കണ്ണാടി നമ്മൾ നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഭംഗിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം പോലും ചോദിക്കാൻ പോകരുത്. മനസ്സിലായോ? നിങ്ങളുടെ കളറിൽ നിങ്ങളൊരു ഡ്രസ്സ് എടുത്തു, അത് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സുന്ദരിയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ, ഒരുങ്ങി കഴിയുമ്പോൾ തോന്നുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊള്ളാമോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങോട്ട് ആരെങ്കിലും നിനക്കത് കൊള്ളില്ല വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ ഇതിൽ അങ്ങനെ പറഞ്ഞത്, ഞാൻ അനുഭവിച്ച കാര്യമെന്ന് അശ്വിനി പറഞ്ഞത്. ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കും കൊള്ളാമോ, ഒരു വെഡിങ്ങിന് പോകുമ്പോഴും ഒക്കെ കൊള്ളാമോ ചോദിക്കും. ഇപ്പൊ ഒന്നുമില്ല. ഞാൻ കൊള്ളാമോ എന്നുള്ളത് ഇല്ലത് ഞാൻ വിലയിരുത്തും. ഞാനൊരു സാധനം ഇട്ടാൽ, ഒരു മാല വാങ്ങിച്ചാൽ ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഇപ്പോ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഇന്ന് ടോട്ടലി മാറിയതിന്റെ റീസൺ അതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ മേടിക്കുന്നത്. എന്റെ ബോഡിക്ക് ചേരുന്ന എന്താണ്, എന്റെ കളറിന് ചേരുന്ന എന്താണ്, അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ ഇടുന്നത്. ബാക്കിയുള്ളവരുടെ പ്രയോറിറ്റിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. മാറി ചിന്തിക്കുക. മനസ്സിലായോ? താങ്ക് യു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ? അപ്പോൾ എല്ലാവരും നല്ല മിടുക്കികളാവുമല്ലോ. ഓക്കെ. അപ്പൊ നമ്മളുടെ കോഴ്സിലുള്ള ആൾക്കാർ നിങ്ങളെല്ലാവരും ഫുൾ ഫോക്കസിലിരിക്കുക. നിങ്ങൾക്ക് മെയിൻലി നിങ്ങളുടെ മൈൻഡ് ഷിഫ്റ്റിന് വേണ്ടിയിട്ടും കൂടെയാണ് ക്ലാസ്സുകൾ തരുന്നത്. അത്രയും ചേഞ്ചസ് വരണം. നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ സ്റ്റോറീസിലൊക്കെ ഇടുന്ന ആൾക്കാർ, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം, അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സ്, ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടണം. മനസ്സിലായോ? സമൃദ്ധിയിൽ ഞാൻ വിജയിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളിലൂടെയാണ്. മനസ്സിലായോ? എൻ്റെ അടുത്ത് വന്ന് ഞാൻ എടുത്ത എൻ്റെ എഫേർട്ട്, നിങ്ങൾക്കറിയാം നമ്മുടെ കോഴ്സസ് എത്രത്തോളം വാല്യുബിൾ ആണ്. ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ആരെങ്കിലും പറഞ്ഞു തരുമോ ഇതിനകത്ത് ഇത്രയും ഇൻഡെപ്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു കോഴ്സിലുള്ളത്? അപ്പൊ അത്
തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് ഈ തന്ന കാര്യങ്ങൾ തിരിച്ച് എനിക്ക് റിസൾട്ടായിട്ട് നിങ്ങൾ തരിക എന്നുള്ളതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ആ വിജയം എനിക്ക് കാണണം. ഞാൻ ഹാപ്പി ആയിട്ട് ഉറങ്ങുന്നതിന് ഒരു പ്രധാന പങ്ക് നിങ്ങളും കൂടെയാണ്. മനസ്സിലായോ? നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആ മാറ്റം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ലീവ് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു മായ. റോഷ്നി താങ്ക് യു. അശ്വിനി ഹാപ്പി ആയിരിക്കൂ. അശ്വിനിയുടെ ലൈഫ് നല്ല രീതിയിൽ ഒരു മാറ്റം വരും. ഓക്കെ, താങ്ക് യു. മോനിഷ താങ്ക് യു. ഓണമൊക്കെ നല്ല രീതിയിൽ ജ്വല്ലറീസ് ഒക്കെ ചെയ്യൂ. ലിസ ഫാഷൻ വേൾഡ് താങ്ക് യു ഡിയർ. എല്ലാവരും എപ്പോഴും പറയുക ഐ ആം ബ്ലെസ്ഡ് എന്ന്. ഓക്കെ ഓക്കെ. നൂർജഹാൻ ജഹനാര കളക്ഷൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല കളക്ഷൻസും നല്ല പ്രസന്റേഷനും. നൂർജഹാൻ ഇവിടെ വന്നിട്ട് അല്ലെ ഒത്തിരി മാറ്റങ്ങൾ വന്നില്ലേ? മാറും. ഞാൻ മാറി തുടങ്ങുമ്പോൾ എനിക്ക് ചുറ്റിനുമുള്ളവർ മാറുന്നു പറയുന്ന പോലെ എൻ്റെ ബ്രാൻഡ് മാറി തുടങ്ങും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. 1 മണിക്കൂറായി. ഞാനൊരു 20 മിനിറ്റ്സ് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. 1 മണിക്കൂറായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ലീവ് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് പുതിയൊരു ടോപ്പിക്ക്, ഇന്ന് പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് റിഫ്ലക്ട് ചെയ്യുക, മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. ഓക്കെ, ഗീത പറഞ്ഞത് ഓക്കെ മനസ്സിലായി. താങ്ക് യു ഡിയർ. താങ്ക് യു ഡിയേഴ്സ്. ലവ് യു ആൾ.